നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അതായത് ഈ റിലേഷനിൽ നിങ്ങളിപ്പം ഈ റിലേഷൻ എൻഡായി പോയ പോലെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നു, പിണങ്ങി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പുണ്ട് ഈ റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം നിങ്ങൾ എന്തായാലും ഈ റിലേഷനോട് തിരികെ വരും. നിങ്ങൾ എത്ര ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ വേണ്ടെന്ന് വെച്ച് പോയാലും നിങ്ങൾക്കിത് നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണുണ്ട്. ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. എവിടെ പോയാലും നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 7 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. നിങ്ങൾ ഈ റിലേഷന് വേണ്ടിയിട്ട് അവരെടുക്കുന്ന പോലെയുള്ള എഫേർട്ട് എടുക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും അവരെ ബ്ലെയിം ചെയ്യുന്നു, അല്ലെങ്കിൽ അവരാണ് ഈ റിലേഷന് വേണ്ടി എഫേർട്ട് ഇടാത്തത് എന്നുള്ള രീതിയിൽ നിങ്ങൾ എപ്പോഴും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷേ അവര് എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ നിങ്ങളാണ് എഫേർട്ട് ഇടാത്തത് എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്നുള്ളതാണ്. അതായത് എപ്പോഴും അവരെ ബ്ലെയിം ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത്. ദ സൺ കാർഡാണ്. നിങ്ങൾ സത്യസന്ധമായിട്ട് റിലേഷനെ കാണുന്ന ആളാണെന്നുള്ളത് അവർക്കറിയാം. അതായത് നിങ്ങൾ വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. അതുപോലെ നിങ്ങൾ ഈ റിലേഷനെ കാണുന്നത് ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടുമാണ്. നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുള്ള ചിന്ത നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് കേട്ടോ. 9 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ലക്ഷ്യബോധമുള്ള ഒരു പേഴ്സൺ ആണ്. ഫിനാൻഷ്യലി നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫിലോട്ട് എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്ന ആളാണ്. ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു പേഴ്സൺ ആണ്. ഇപ്പൊ നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം രണ്ടുപേർക്കും ഒന്നിച്ചൊരു ലക്ഷ്യത്തിലോട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ചിന്തയുണ്ട്. അതുപോലെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ലൈഫിൽ കൊണ്ടുവരണം, എന്നിട്ട് ഹാപ്പി ആയിട്ടൊരു ലൈഫ് മുന്നോട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത്. ആ രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ലക്ഷ്യബോധമുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങളെ പേഴ്സൺ അറിയാം. ആ രീതിയിലാണ് നിങ്ങൾ ആള് കാണുന്നത്. 8 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾ ലൈഫിൽ ഒരുപാട് സ്നേഹം ആഗ്രഹിച്ചിരുന്ന ഒരു പേഴ്സൺ ആണെന്ന് അവർക്കറിയാം. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഇമോഷണൽ ബോണ്ടിങ് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് നിങ്ങളെ പേഴ്സൺ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ആൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അത്രയും സ്നേഹവും കണക്ഷൻ നിങ്ങൾ ആൾക്ക് തിരികെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവർക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് വേണ്ടത്ര സ്നേഹമോ പരിഗണനയോ ഒന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള സ്നേഹമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത് നിങ്ങളെ പേഴ്സൺ അറിയാമെന്നാണ് കാണിക്കുന്നത്. കിങ് ഓഫ് സോർഡ്സ് എനർജിയാണ്. അതായത് നിങ്ങൾ അത്രയും ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റിലോട്ട് പോകുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അധികം സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ പേഴ്സൺ അറിയാം. പക്ഷെ അത് അവർക്കൊരു ബേർഡൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് എപ്പോഴും നിങ്ങൾ ഒരു അറ്റാച്ച്മെന്റിൽ നിൽക്കുന്നത് അവർക്കൊരു തലവേദന പോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ എപ്പോഴും റിലേഷനെ കുറിച്ചാണെങ്കിലും എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും പറയുകയും ഇവരെ ഒരു സംശയത്തോടു കൂടി എപ്പോഴും നോക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ റിലേഷന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ടാണ്. ഒരുപാട് ഡൗട്ട്ഫുള്ളി ആണ് നിങ്ങൾ ഈ റിലേഷനെ കാണുന്നത്. അത് എപ്പോഴും നിങ്ങൾ ഈ പേഴ്സണോട് ചോദിച്ചുകൊണ്ടിരിക്കുക, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംശയത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഇവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യിക്കുന്നുണ്ട്. അതൊരു നെഗറ്റീവായിട്ട് അവരെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്.
ഏസ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങൾ ഈ റിലേഷനിൽ ഉറച്ചു നിൽക്കുന്നവർക്കറിയാം, നിങ്ങൾ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. നിങ്ങൾ ഫേക്ക് ആയിട്ട് റിലേഷനെ കാണില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ഉറപ്പുണ്ട്. പിന്നെ ഈ റിലേഷനിൽ നിങ്ങളൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കും എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അത്രയും കമ്മിറ്റഡ് ആയിട്ടും അത്രയും ആത്മാർത്ഥമായിട്ടും ഈ റിലേഷനെ കാണുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഇമോഷണലി അഡിക്റ്റഡ് ആയി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ആളെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരുപാട് ഇമോഷണലി അഡിക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മളുടെ ഈ ഒരു ലൈഫ് കുറച്ച് കാലമേ ഉള്ളൂ. ആ ഒരു കാലം മുഴുവൻ നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരാളുടെ സ്നേഹത്തിന് വേണ്ടി കെഞ്ചുക, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് അലയുക, യാചിക്കുക. അങ്ങനെ നമ്മുടെ ലൈഫ് നിങ്ങൾ സ്പോയിൽ ചെയ്യരുത്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ, അതായത് ഒരു പേഴ്സൺ അല്ല നിങ്ങൾ സ്നേഹിക്കേണ്ടത്. നിങ്ങൾ പാവപ്പെട്ടവരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ആളുകളെ, അങ്ങനെയുള്ള ആളുകളെ കൂടി, അതായത് നമ്മൾ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നു, അതായത് ഹെൽത്തി ആണ്, ഫുഡ് ഉണ്ട്, എല്ലാ രീതിയിലും നമ്മൾ സ്വസ്ഥതയും സമാധാനവും ഒക്കെ അനുഭവിക്കുമ്പോൾ അതൊന്നും ഇല്ലാത്ത ആളുകളെ നിങ്ങൾ സ്നേഹിക്കാൻ കൂടി ശ്രമിക്കണം. അല്ലാതെ ഒരാളെ മാത്രം സ്നേഹിക്കുന്നതല്ല ശരിക്കും സ്നേഹം. നമ്മളുടെ സ്നേഹവും സപ്പോർട്ടും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവില്ല ലൈഫിൽ. അങ്ങനെയുള്ള ആളുകളോടും നമ്മൾ സ്നേഹം കാണിക്കണം. നമുക്ക് കിട്ടുന്ന നമ്മളുടെ ഏണിങ്സ് നിന്ന് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം നമ്മൾ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുന്നതും കൂടി ഒരു സ്നേഹമാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് തിരിച്ച് സ്നേഹം തരാത്ത ഒരാളുടെ പിറകെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന നേരം നമ്മളുടെ ഒരു സപ്പോർട്ടും ഒരു നേരത്തെ ഒരു ഫുഡോ എന്തെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ അത് സ്നേഹത്തോടു കൂടി വാങ്ങിക്കഴിക്കുമ്പോൾ ലൈഫ് ലോങ് അവർ നിങ്ങളെ സ്നേഹിക്കും. അങ്ങനെയുള്ള ആളുകളെ കൂടി നമ്മൾ കാണാനും പരിഗണിക്കാനും കൂടി ശ്രമിക്കാം. ഓക്കെ, അത് നമ്മൾ ഡെത്തിന് ശേഷം നല്ലൊരു കർമ്മയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ സോളിൻ്റെ കൂടെ ഉണ്ടാവും. ഓക്കെ, അല്ലാതെ നമ്മൾ ഈ ബെഗ് ചെയ്ത് നടക്കുന്ന എനിക്ക് സ്നേഹം തരൂ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നടന്ന് നമ്മുടെ ലൈഫ് വേസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്കൊന്നും, മരണത്തിന് ശേഷം പോലും നമുക്കൊന്നും കൊണ്ടുപോകാനില്ല അവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴേ നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മളെക്കുറിച്ച് ഓർത്ത് ഒരാൾ സന്തോഷിക്കുമ്പോഴേ നമ്മൾ എന്തുപോലെ സന്തോഷമായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. 1 രൂപയുള്ളെങ്കിൽ 1 രൂപയെങ്കിലും കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളിലേക്ക് സ്നേഹം ഇങ്ങോട്ട് വരും. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് ഉണ്ടാവും. അപ്പോൾ അടുത്ത കാർഡ് നോക്കട്ടെ. സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. ഓക്കെ, നിങ്ങളെ മനസ്സിന് സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടൊന്നല്ല. ഇവിടെ ഇത് കണ്ടോ, ഇവിടെ പാതി മൃഗവും പാതി ഒരു ലേഡിയുടെ ഫേസുമാണ്. അതായത് നിങ്ങളുടെ മനസ്സിന് അത്രയും സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ ആ ഒരു സ്ട്രെങ്ത് ചില സമയത്ത് നിങ്ങൾക്കൊരു വീക്ക് പോയിന്റ് ആയിട്ട് മാറുന്നു. അതായത് ഈ പേഴ്സന്റെ കാര്യത്തിൽ നിങ്ങൾ വീക്കായി പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വേറെയുള്ള എന്ത് കാര്യത്തിലും നിങ്ങൾ മാനസികമായിട്ട് ബോൾഡാണ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ പേഴ്സന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയി പോകുന്നു, നിങ്ങൾ അവിടെ വീക്കായി പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വീക്കായി പോവാതിരിക്കുക. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ബാലൻസിലോട്ട് കൊണ്ടുവരിക. റിലേഷന്റെ കാര്യത്തിലും നിങ്ങൾ ഒരു മിതമായിട്ട് വേണം അവിടെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരുപാട് അറ്റാച്ച്മെന്റ്, ഒരുപാട് കണക്റ്റഡ് ആയിരുന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും നിങ്ങളൊരു അസ്വസ്ഥതയായി മാറും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജുകൾ നോക്കാം. പ്രൊട്ടക്റ്റഡ് എന്നാണ്. ഈ റിലേഷൻ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു. ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ വേണം എന്നുള്ള രീതിയിൽ റിലേഷനെ പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പേഴ്സണൽ റിലേഷൻ കാണുന്നത് കേട്ടോ. ഹോപ്പ്ഫുൾ എന്നാണ്. മുന്നോട്ട് ഈ റിലേഷനിൽ ഒരു ഹോപ്പ് അവർ വെക്കുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങൾ പേഴ്സൺ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം. വെയിറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് വേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. അവർ ഈ റിലേഷനോട് തിരികെ വരും. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ച് ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്കൊരു സഹായം
കിട്ടേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സീക്ക് ചെയ്യുക. നിങ്ങൾ മടിക്കരുത്. മറ്റുള്ളവരോട് നിങ്ങൾക്കൊരു റിലേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണം തോന്നുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് ആ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. 1986 സെപ്റ്റംബർ, ഒക്ടോബർ, മകം, ഉത്രട്ടാതി, 1994 തിരുവോണം, 1987 ലെറ്റർ വൈ, പൂയം, ലെറ്റർ സി, ഉത്രാടം, പൂരുട്ടാതി, കാർത്തിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.